പുതുകാലത്തെ ഏറ്റവും വലിയ ദുരന്തം സൈബറിടത്തെ കല്ലേറാണ്. നേർക്കുനേർ കാണാത്ത പോർമുഖമായതുകൊണ്ട് ആർക്കും എന്തും പറയാം. ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുടെ വികാരം അവിടെ മാനിക്കത്തേയില്ല. അതിലെ ഏറ്റവും ഒടുവിൽ ഉദാഹരണമാണ് കാസർഗോഡ് സ്വദേശി സന്ദേശിന്റെ ആത്മഹത്യ. ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ആൺ സുഹൃത്തായ സന്ദേശിനെ പ്രതിക്കൂട്ടിലാക്കി രൂക്ഷ സൈബർ ആക്രമണമാണ് നടന്നത്. ഇതിന് പിന്നാലെയാണ് സന്ദേശ് ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസിന്റെ നിഗമനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചിന്നു പാപ്പു എന്നറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ രേഷ്മയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് ആൺസുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:30 സന്ദേശിനെ കുഡ്ലു മന്തിപ്പാടിയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ മാസം 9 ചിന്നു പാപ്പു ഉളിയത്തടുക്ക ആസാദ് നഗറിലെ വാടക ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചത്. സംഭവത്തിൽ രേഷ്മയുടെ ആൺസുഹൃത്തായ സന്ദേശിന്റെ മൊഴി കാസർഗോഡ് ടൗൺ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. യുവാവിന് ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ പങ്കില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയെങ്കിലും സന്ദേശ് കടുത്ത സൈബർ ആക്രമണം നേരിട്ടു. യുവാവ് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് വിവരം. ഇത് ആത്മഹത്യയിലേക്ക് നയിച്ചുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.